ഹലോ ചങ്ങായിസ്, നമുക്കിതൊരു എളുപ്പത്തിലാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ ലോഡഡ് ഫ്രൈസ് എന്ന റെസിപ്പി നോക്കിയാൽ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ മറക്കാണ്ട് ക്ലിക്ക് ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ചെറിയ പീസസ് കട്ട് ചെയ്തിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് മുളക് പൊടിയും ആവശ്യമായിട്ടുള്ള ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ആദ്യം തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അടുത്തായിട്ട് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ചെയ്യാന്നുള്ളതാണ്. ഞാനത് പാക്കറ്റ് ഓൾറെഡി ഷോപ്പിൽ നിന്ന് മേടിച്ചാണ്. അത് ഞാൻ ചിക്കൻ വറുത്ത് അതേ എണ്ണയിൽ തന്നെ അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ലെയർ സെറ്റ് ചെയ്യാണ് വേണ്ടത് കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ ട്രേ എടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് ഒഴിച്ചതിന് ശേഷം ഞാനത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബട്ടറോ എന്ത് വേണമെങ്കിലും നമുക്കിതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ലോഡഡ് ഫ്രൈസ് ഇതുപോലെ ഒന്ന് ലെയറാക്കി ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക, ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചെറുതായിട്ട് ചെറിയ പീസസ് ആയിട്ട് നമുക്കൊന്ന് ചോപ്പ് ചെയ്തിട്ട് അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, മീൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് മയോണൈസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് വീട്ടിൽ തയ്യാറാക്കിയ മയോണൈസ് ആണ്. ഞാൻ ഇതുപോലെ ഒരു ട്യൂബിൽ ഓയിലിൻ്റെ ഒരു കവറിൽ ഇതുപോലെ നാക്കിയിട്ട് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പൂൺ വെച്ചിട്ടോ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അടുത്തായിട്ട് കുറച്ച് മൊസറല്ല ചീസും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചധികം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക്. പിന്നെ അടുത്തതായിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ വീണ്ടും മയോണൈസാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ലെയർ സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇങ്ങനെ ചെയ്തു എന്നുള്ളൂ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിൻ്റെ ലെയർ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ ഓവനിലാണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ. ആദ്യത്തെ ഒരു 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15 മിനിറ്റാണ് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അടിപൊളി ലോഡഡ് ഫ്രൈസ് തയ്യാറാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്യണേ. ഈസിയാണ് ആക്കാനായിട്ട്, നല്ല സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാനായിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.